അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. EKAP സമസ്ത ഇത്തവണ LDFിനെ പിന്തുണക്കും. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന AP സമസ്ത, ആ സമസ്തയെക്കുറിച്ച് പറഞ്ഞിരുന്നത് അരിവാൾ സുന്നികൾ എന്നായിരുന്നു. അതിന് കാരണം വഹാബി പ്രസ്ഥാനത്തെയും ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി അവർ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളെന്ന് വിളിച്ച് പരിഹസിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതനുവദിച്ചു കൊടുത്തുകൂടാ, ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന് മുശ്രിക്കെന്ന് വിളിക്കുകയും അവരെ ആക്രമിക്കുകയും കേരളത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ലോകരാജ്യങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ IS എന്ന പേരിലും മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പേരിലും അല്ലാതെയും റമളാൻ ബൂത്തി അടക്കമുള്ള സാത്വികരായ പണ്ഡിതന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്ത വഹാബി മൗദൂദിയൻ പ്രസ്ഥാനത്തെ ഒരിക്കലും വളരാൻ അനുവദിച്ചു കൊടുത്തുകൂടാ. അതിനൊത്താശ ചെയ്യുന്ന ആരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ AP വിഭാഗത്തിന് അരിവാൾ സുന്നി എന്ന പേര് ലഭിച്ചിരുന്നു. ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഏറ്റവും വലിയ ഘടകകക്ഷിയായി നിലകൊള്ളുന്ന UDFിൽ RMP ഉണ്ട്, CMP ഉണ്ട്, RSP ഉണ്ട്. എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ്. LDFിലാകുമ്പോൾ മാത്രം കമ്മ്യൂണിസം മുസ്ലിം ലീഗിന് ഹറാമാകുന്നത് എങ്ങനെയാണ്, അതിന്റെ ലോജിക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, 40 വർഷങ്ങൾക്കപ്പുറം ഇതേ കമ്മ്യൂണിസത്തെ മുസ്ലിങ്ങൾക്ക് ഹലാലാക്കി കാണിച്ചു കൊടുത്തത് ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ്. പിന്നെ എന്നു മുതലാണ് നിങ്ങൾക്ക് കമ്മ്യൂണിസം ഹലാലല്ലാതായത്? അതൊന്നും ഇപ്പോൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. മുസ്ലിം ലീഗുകാരൻ ചെയ്യുന്നതെല്ലാം ഹലാലും ഹിദായത്തുമാണ് എന്ന് വന്നാലേ ലീഗിൽ നിന്ന് അകലുന്നവർ ദീനിൽ നിന്നാണ് അകലുന്നതെന്ന ഷാജിയുടെ പ്രസംഗത്തിന് പ്രസക്തിയുള്ളൂ. ലീഗ് ചെയ്യുന്നതൊക്കെയും ദീനാകണം എന്നർത്ഥം. പുറത്തു പറയാൻ പാടില്ലാത്ത പല കേസുകളും അഴിമതിയും കക്കലും മുക്കലും വരെ തുടങ്ങി പല കലാപരിപാടികളും മുസ്ലിം ലീഗിൽ സർവ്വസാധാരണമായി നടത്താറുള്ള കലാപരിപാടികളാണ്. ഇതെല്ലാം ചെയ്യുന്നവർ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിലുള്ള ദീനിൽ നിന്ന് അകലാത്തതെന്തും. എന്നാൽ പരമ്പരാഗതമായി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് EK വിഭാഗം സുന്നികൾ. അവർ മുസ്ലിം ലീഗുമായി നല്ല അടുപ്പമുള്ളവരായിരുന്നു. ആ അടുപ്പം മുസ്ലിം ലീഗ് വളരെയേറെ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ എന്നും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വഹാബി പ്രസ്ഥാനത്തെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം രൂപീകൃതമായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത ഉണ്ടാക്കിയത് തന്നെ മൗദൂദി വഹാബി പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുമായി യാതൊരു സഹവാസവും പാടില്ല എന്നാണ് സമസ്തയുടെ നയപ്രഖ്യാപനം തന്നെ. അവരുമായി സഹകരിക്കുന്നവരോട് നിസ്സഹകരണമായിരുന്നു സമസ്തയുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് പലപ്പോഴും EK വിഭാഗം സമസ്തക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം വഹാബി പ്രസ്ഥാനം നയിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങളായിരുന്നു. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് തന്നെ വഹാബി പ്രസ്ഥാനങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. വഹാബി പ്രസ്ഥാനങ്ങളാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാത്ത EK വിഭാഗം സമസ്ത ഒരുപാട് കാലം മുസ്ലിം ലീഗിനോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് പറഞ്ഞതിനനുസരിച്ച് ആടാനും പാടാനും തുടങ്ങി. ചില ആളുകൾ മാത്രമാണ് അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ള, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള ആളുകളെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അവരുടെ നയനിലപാടുകളും ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നയനിലപാടുകളും ശരിവെക്കുന്നതാണ് ഇന്ന് EK വിഭാഗം സമസ്തയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വഹാബി ലീഗും വഹാബിസം തലക്ക് പിടിച്ച ബഹാവുദ്ദീൻ നദ്വിയെ പോലെയുള്ളവരും ചേർന്നുകൊണ്ട് സമസ്തയെ രണ്ടായി പിളർത്താനും അതിൽ വഹാബിസം കടത്തിക്കൂട്ടാനും ശ്രമിച്ചു. ഇത് തിരിച്ചറിഞ്ഞ മുക്കം ഉമർ ഫൈസിയും ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അവർക്കെതിരെ ശക്തമായി പോരാടി. അപ്പോൾ ബഹാവുദ്ദീൻ നദ്വിയുടെ കൂടെ നിന്നത് മുസ്ലിം ലീഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന വഹാബി ലീഗാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ളവരെ വിശ്വസിപ്പിക്കുകയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും, എന്നാൽ EK വിഭാഗം സമസ്തയുടെ സ്ഥാപനമായ വഫിയ കോളേജുകളടക്കം വഹാബിസം പഠിപ്പിക്കാനും വഹാബിസത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനുമുള്ള
സ്ഥാപനങ്ങളായി മാറ്റിയിരിക്കുകയാണ്. അതിനൊത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കപട വിശ്വാസികൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിക്കാൻ പാടില്ലെന്നും സഹകരിക്കുന്നവരോടൊപ്പം സഹകരിക്കാൻ പാടില്ലെന്നുമുള്ള നിലപാടാണ് രണ്ട് സമസ്തക്കുമുള്ളത്. എന്നാൽ UDFനെ ഇന്ന് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നതും UDFന്റെ എല്ലാ നയനിലപാടുകളും നയപ്രഖ്യാപനങ്ങളും നടത്തുന്നത് എന്തിനേറെ പറയണം UDF എങ്ങോട്ട് ചലിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് പോലും ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ രാഷ്ട്രീയ സംഘടനയുമാണ്. അതുകൊണ്ട് തന്നെ UDFുമായി ഇരു സമസ്തക്കും ഒരിക്കലും യോജിച്ചു പോകാനാകില്ല എന്ന് അവരുടെ നയപ്രഖ്യാപനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇസ്ലാമിക വിരോധികളോട് ഒരിക്കലും രണ്ട് സമസ്തക്കും യോജിച്ചു പോകാൻ കഴിയില്ല. അവരെ വളർത്താനും അവരെ സംരക്ഷിക്കാനും ആഗ്രഹിക്കുന്നവരോടും ഇരു സമസ്തക്കും യോജിച്ചു പോകാൻ കഴിയില്ല. നേരെ മറിച്ച് LDF ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് ഉപകാരങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ രണ്ട് സമസ്തക്കും ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇരു സമസ്തകളും LDFനെയാണ് ഈ പ്രാവശ്യം പിന്തുണക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നികളെ ഒരുപാട് വേദനിപ്പിച്ചു ഈ ഭാഗം. സമീപ സമയത്ത് മരണപ്പെട്ടുപോയ ശൈഖുന കുണ്ടൂർ ഉസ്താദ്, ആ ഉസ്താദിന്റെ കണ്ണുനീരൊക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു. തന്റെ മകൻ കുഞ്ഞുവിനെ റമദാൻ 27 രാവിലെ കുത്തിയങ്ങ് കൊല്ലുകയാണ്. ആ കുത്തിക്കൊന്ന ഘാതകന് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ചെന്നിട്ട് മാലിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട കുണ്ടൂർ നോക്കുകയാണേ. കുണ്ടൂര് കരയൂല, അതിന്റെ ഈമാന ജാതിയാണ്. ഞാനൊന്ന് ഓർക്കുകയാണ്, കുഞ്ഞുവിന്റെ മയ്യത്ത് കാണാൻ ചെന്നപ്പോ ഞാൻ കരഞ്ഞുപോയി. കുണ്ടൂരിന്റെ തോള് തട്ടി വരാ, കരിയല് മനെ കരിയല്ലി, അത് മയ്യത്തിന് ബുദ്ധിമുട്ടാട്ടോ, കരിയത് സെബറ് വേണോട്ടോ. മരിച്ച കുട്ടിന്റെ ബാപ്പയാണ് കരഞ്ഞ് നമ്മളോട് സംഭവം പറഞ്ഞിരുന്നു. ആ ഉസ്താദിന്റെ കുഞ്ഞുവിന്റെ കേസ് അങ്ങ് വിട്ടുപോയി. വക്കീല് പറഞ്ഞു, ഉസ്താദെ വിഷമിക്കണ്ട, അപ്പീൽ പോകാമെന്ന് പറഞ്ഞു. കുണ്ടൂർ പറഞ്ഞു, ഞാൻ പടച്ചോല്ല അപ്പീൽ കൊടുത്തു. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അഹ്കമുൽ ഹാക്കിമ റബ്ബിലേക്ക് ഞാൻ അപ്പീൽ കൊടുത്തിട്ട് നിങ്ങൾ അപ്പീൽ വേണ്ട എന്ന് പറഞ്ഞാൽ കുണ്ടൂർ ഉസ്താദ് ഇപ്പൊ മരണപ്പെട്ടു പോയി. കുണ്ടൂർ പറഞ്ഞ കുത്തിയങ്ങ് കൊല്ലുകയാണ്. കടങ്ങത്ത് മുഹമ്മദ് കുട്ടിക്കനെ അടിച്ചങ്ങ് കൊല്ലുകയാണ്. എന്തിനു വലിയ ക്രിമിനൽ കേസല്ല, അവർ വ്യഭിചരിച്ചിട്ടില്ല. കള്ളു കുടിച്ച് 40 കൊടുക്കേണ്ട ഹദ്ദല്ല എടുത്തത്. സുന്നിയായി എന്ന കാരണത്താൽ ലീഗിന്റെ ആളായില്ല, മുഹിബായില്ല എന്നുള്ള കാരണത്താലെ അടിച്ചങ്ങ് കൊല്ലുകയാണ്. ഗൂഡലൂർ അബ്ദുക്കനാഥ BP പറഞ്ഞില്ലേ, ഒരൊറ്റ കുത്ത് കൊടല് 3 മടക്കങ്ങ് മുറിഞ്ഞു. അല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അടുത്ത പുറയിലെ പെണ്ണ് അരച്ചു വെച്ച മുളകുമായിട്ട് ഓടി വരികയാണ്. ഇത്ര പ്ലാൻ ചെയ്ത പരിപാടി. അബ്ദുവിനെ കുത്തുമ്പോ ആ മുറിവിൽ തേക്കാനുള്ള മുളക് നീ അരച്ച് റെഡിയാക്കി വെക്കണമെന്ന് പെണ്ണ് പറഞ്ഞിന്. ചക്കിക്കൊത്ത ചങ്കരൻ ചക്കക്കൊത്ത ചപ്പാത്തി എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിനി, അഭിച്ചാത്തി എന്ന് പറഞ്ഞു. ഇതേ നിലയില് അബ്ദുക്കനൂർ ഒറ്റക്കുത്ത് കൊടല് 3 മടക്കങ്ങ് മുറിഞ്ഞു. അല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ അരച്ചു വെച്ച മുളകുമായി അടുത്ത വീട്ടിലെ പെണ്ണ് വരികയാണ്. തലക്കടിച്ചപ്പോ ഹൗലിൽ ഈ മനുഷ്യൻ വീണു. ആ മനുഷ്യന്റെ പുറത്ത് കമിഴ്ന്ന് കിടക്കുന്ന മനുഷ്യനെ പുറത്ത് ചവിട്ടി അവിടെ പിടിക്കുകയാണ് ഹൗലിൽ. ശ്വാസം മുട്ടി മരിക്കുകയാണ് ഈ മനുഷ്യൻ. അന്നത്തെ പള്ളിയിലെ ഹൗലിലെ വെള്ളം ചെമ്പരത്തിപ്പൂവിന്റെ കളറാണ്. അബ്ദുക്ക ചെയ്ത തെറ്റെന്ത്? അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ എന്ന മദ്രസാധ്യാപകനെ പാവപ്പെട്ട മുസ്ലിയാരെ തലയിലേക്ക് 6mm കമ്പി അടിച്ചു കയറ്റി. എന്തിനാ മനുഷ്യന്മാരെന്റെ തലയെ കമ്പി കയറ്റി വെച്ചപ്പോ ഞങ്ങളെ കൊടി കെട്ടാനടാ നായിന്റെ മോനേന്നാ പറഞ്ഞത്. കാരണം അവരെ ദിക്ർ അതാണ്. ഇബിൽ ഗൽബേ എന്നുള്ള ദിക്ർ അല്ലാതെ ലീഗർക്ക് അറിഞ്ഞോണ്ട് എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ഇല്ലുണ്ട്. അത് തുടങ്ങണേടാ നായിന്റെ മോനെ ഗീലത്തെ എന്നും പറഞ്ഞിട്ടാണ്. 17 സ്ഥലത്ത് നായിന്റെ മോനെ എന്നുണ്ടായില്ല. നിന്റെ വലിയ നേതാവുണ്ടല്ലോ AP, അവനെ തട്ടാൻ ഞങ്ങൾ തീരുമാനമെടുത്തണ നായിന്റെ മോനെ എന്നും പറഞ്ഞിട്ട് അവസാനം എനിക്കൊരു താക്കീതാണ്. ഇനി ലീഗിനോ ശിഹാബിനോ എതിരെ നീ പ്രസംഗിച്ചാൽ നിന്റെ കുടുംബത്തിലെ ഒരെണ്ണത്തിലെയും വെറുതെ വിടല നായിന്റെ മോന്റെ മോനെ. അവിടെ വല്യാപ്പനെ പറഞ്ഞു.
ഈ സംസ്കാരമേ ആ വർഗത്തിനുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങളെ കൊടി കെട്ടാനാണടാ എന്ന് പറഞ്ഞിട്ടാണ് അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ വെട്ടിക്കൊന്നത്, കുത്തിയങ്ങ് കൊന്നത്, കമ്പി കയറ്റിക്കൊന്നത്. എന്തിന്റെ പേരിൽ? ആ രാഷ്ട്രീയത്തിന്റെ ആളായില്ല എന്നതിന്റെ പേരിൽ. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു. എന്നാൽ മറുഭാഗത്ത് പണ്ഡിതന്മാരില്ലേ? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അന്നത്തെ തമ്മാടികളെ ചെയ്ത തെറ്റായ കാര്യത്തെ നിരോധിക്കാൻ ആ പണ്ഡിതന്മാർ തയ്യാറാവാത്തത് കൊണ്ട് ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രാഈല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ഈസാ നബിയുടെയും ദാവൂദ് നബിയുടെ ശാപത്തിന് ഇരയായെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മറുഭാഗത്ത് ചെറുശ്ശേരിയില്ലേ? കിതാബ് തിരിയൂലേ? കാളമ്പാടിയില്ലേ? അവർക്കും കിതാബ് തിരിയൂലേ? കൊല്ലരുത് മക്കളെ എന്നൊരു വാക്കെങ്കിലും പറയാൻ മറുഭാഗത്തിന് നാക്ക് പൊങ്ങിയില്ലെങ്കിൽ അതെന്ത് സുന്നി?